നമസ്കാരം. കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിന്റെ സഹകരണ ബാങ്കുകളുടെ ചരിത്രം എടുക്കുകയാണെങ്കിലും കൊളംബിയ ലാബിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഓരോ എപ്പിസോഡും പറയുമ്പോൾ ഓരോ കാരണവശാൽ അല്ലെങ്കിൽ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ കൊളംബിയ ലാബിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റിൻ്റെ സ്പേസിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ പ്രോജക്റ്റിലാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അതായത് സഹകരണ ബാങ്ക് മേഖലയിൽ കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റിൻ്റെ സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. കൊളംബിയ ലാബിൻ്റെയും കേരള ചരിത്രത്തിൻ്റെ സഹകരണ മേഖലയുടെയും ആദ്യത്തെ പ്രോജക്റ്റാണ്. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് പാപ്പിനിശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസാണ്. ഇപ്പോൾ എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് ശ്രീ രായരപ്പൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഛായാചിത്രമാണ്. ഈ 15 ബ്രാഞ്ചുകളുള്ള പാപ്പിനിശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫൗണ്ടറാണ് അദ്ദേഹം. അത് മാത്രമല്ല 40 വർഷത്തോളം ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഛായാചിത്രം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും ഇതിനു മുമ്പ് ഇഷ്ടംപോലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളിലെ നമ്മൾ ഓരോരോ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു റെഫറൻസ് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ആദ്യത്തെ നമ്മൾ തറക്കല്ലിട്ടത് ഇവിടെ നിന്നാണ്. ഇവിടെ അടുത്ത് ഹെഡ് ഓഫീസിലല്ല നമ്മൾ മെഷീൻ വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് കുറച്ച് ദൂരം അപ്പുറത്ത് NH66 ദേശീയ പാതയിൽ ബക്കളം എന്ന് പറയുന്ന ഇവരുടെ തന്നെ ബ്രാഞ്ചിലാണ് നമ്മൾ മെഷീൻ വെച്ചിട്ടുള്ളത്. 30 കിലോവാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജറും ഒപ്പം തന്നെ നമ്മൾ 3.3 AC ചാർജറും 30 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റുമാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ബാങ്കുകളും നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ റെഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രാമത്തെ ഇൻസ്റ്റലേഷൻ ആണെന്ന്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ആദ്യത്തെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ അവരത്രയും അതിനെക്കുറിച്ച് റെഫറൻസുകൾ എടുത്ത് ആലോചിച്ച് മറ്റു ബാങ്കുകളൊക്കെ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് കേരള ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ബാങ്കാണ് പാപ്പിനിശ്ശേരി ബാങ്ക്. അപ്പോൾ ആ ബാങ്കിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, അവരുടെയൊക്കെ ഒരു മെമ്മറി, എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പെക്ടേഷൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പാപ്പിനിശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. പേര് വേണുഗോപാലൻ. കേരളത്തിലെ പ്രാഥമിക വായ്പാ സംഘങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു ബാങ്കാണ് പാപ്പിനിശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഏതാണ്ട് 650 കോടി രൂപയിലധികം പ്രവർത്തന മൂലധനവും അതുപോലെ തന്നെ 375 കോടി രൂപ വായ്പ വാക്കിയെടുപ്പമുള്ള കേരളത്തിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട ബാങ്കാണ് പാപ്പിനിശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. 1957 ബാങ്കായി പ്രവർത്തനം ആരംഭിച്ചത്. 1946 PCC സൊസൈറ്റിയായി പ്രവർത്തനം തുടങ്ങി പിന്നീട് 57 റൂറൽ ബാങ്കായി മാറുകയും ചെയ്ത നമ്മുടെ ബാങ്ക് അതിൻ്റെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് 2023 ബാങ്കിൻ്റെ ബക്കളം ബ്രാഞ്ചിൽ EV ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത്. ബാങ്കിന് ഇന്ന് 15 ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹെഡ് ഓഫീസും മെയിൻ ബ്രാഞ്ചും കല്യാശ്ശേരിയിലാണ് പ്രവർത്തിക്കുന്നത്. ബക്കളത്ത് ആദ്യമായി EV ചാർജിംഗ് സ്റ്റേഷനും അതുപോലെ തന്നെ സോളാർ പാനലും സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചത് വൈവിധ്യവൽക്കരണത്തിൻ്റെ പുതിയ മേഖലകൾ കണ്ടെത്തുക എന്ന നമ്മുടെ ഒരു ഉദ്ദേശത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. പല മേഖലകളിലും സഹകരണ പ്രസ്ഥാനം കടന്നു ചെന്നിട്ടുണ്ട് എങ്കിലും ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ
എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ഇതുവരെ കേരളത്തിലെ സഹകരണ മേഖല കടന്നു ചെല്ലാത്ത ഒരു മേഖലയിലേക്ക് ബാങ്ക് ആദ്യമായി മെല്ലെ കടന്നു ചെല്ലുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ബക്കളത്ത് ഈ ചാർജിങ് സ്റ്റേഷൻ പ്രവർത്തനത്തിലൂടെ നമ്മൾ തുടക്കം കുറിച്ചത്. ആശങ്കയോടുകൂടിയാണ് ഒരു പുതിയ മേഖലയിലേക്ക് കടന്നു വന്നതെങ്കിലും അത് ഈ മേഖലയിൽ വലിയ രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നതിന് വേണ്ടിയും വലിയ രീതിയിൽ നമ്മുടെ സഹകരണ മേഖലയ്ക്ക് തന്നെ പ്രചോദനമാകുന്ന രീതിയിലേക്ക് അത് പിന്നീട് മാറുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായി നമ്മൾ കാണുന്നൊരു കാര്യം, ഇത് ജീവനക്കാരില്ലാതെ തന്നെ നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു കാണുന്ന കാര്യം. അതിൻ്റെ ചിലവുകൾ, റെക്കറിങ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ പിന്നീട് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അത് മറ്റെല്ലാ മേഖലയിലും നമ്മൾ ജോലിക്കാരെ നിർത്തിയാൽ മാത്രമേ ഒരു സ്ഥാപനമോ ഒരു സംരംഭമോ തുടങ്ങാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ ഇതിന് അത് ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായി നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇത് നല്ല രീതിയിൽ നമുക്ക് കേരളത്തിനകത്ത് ഇപ്പോൾ എല്ലാ കേന്ദ്രങ്ങളും നടക്കുന്നുണ്ട്. ബാങ്ക് തന്നെ, ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിനോട് ചേർന്ന് പുതുതായി നിർമ്മിച്ച ബാങ്ക് ഹെഡ് ഓഫീസും അതുപോലെ തന്നെ മെയിൻ ബ്രാഞ്ച് ഉൾപ്പെടുന്ന കെട്ടിടത്തിനോടനുബന്ധിച്ച് ഒരു സോളാർ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനും ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായ നടപടികൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചാർജിങ് സ്റ്റേഷൻ എന്ന രീതിയിലാണ് നമ്മൾ കല്യാശ്ശേരിയിൽ ഈ പരിപാടി ആരംഭിക്കുന്നതിന് വേണ്ടി ഭരണസമിതി തീരുമാനമെടുത്തിട്ടുള്ളത്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും. കേരളത്തിലെ പ്രമുഖ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കായ പാപ്പനശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. പേര് അംബുജാക്ഷി. ബാങ്ക് വൈവിധ്യവൽക്കരണത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പുതുതായി ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്നുള്ള ആലോചനയിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടെത്തിയതാണ് സോളാർ ഇലക്ട്രിക് വാഹന ചാർജിങ് സ്റ്റേഷനെക്കുറിച്ച്. അത് കണ്ടെത്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ധാരാളമായി ഉപയോഗിച്ചു വരുന്നതായിട്ട് കാണാനിടയായി. അതായത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പൊല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിറ്റിയാണ് ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ. ഈ സോളാർ ഇലക്ട്രിക് വാഹന ചാർജിങ് സ്റ്റേഷൻ നമ്മൾ വെക്കുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന ഗുണഗണങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണ്ണൂർ അനർട്ടിൽ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുകയും ഫസ്റ്റ് ടൈം അനർട്ടിൽ നിന്ന് ഒരു നെഗറ്റീവ് എന്ന രീതിയിലൊരു മറുപടിയാണ് വന്നത്. അതായത് സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഇത്തരം പ്രൊജക്റ്റുകൾ അനുവദിക്കാൻ സാധ്യമല്ല, അതായത് സബ്സിഡി മുതലായവ അനുവദിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ സമയത്ത് അനർട്ടിൻ്റെ ഉള്ള മനോഹരൻ സാറിനെ ബന്ധപ്പെടുകയും മനോഹരൻ സാറ് മുഖേനയാണ് നമുക്ക് സാങ്ഷൻ ആക്കാൻ വേണ്ടി സാധിച്ചത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ തൃശ്ശൂരുള്ള ടീം കോപ്പറേറ്റീവിൻ്റെ മധു സാറാണ് സഹായിച്ചത്. സാറിൻ്റെ കെയർ ഓഫിലാണ് മനോഹര സാറുമായിട്ട് ബന്ധപ്പെട്ടതും ആ രീതിയിൽ ആ പ്രവർത്തനം നമുക്ക് ഫോർവേഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റിയതും. മധു സാറ് തന്നെയാണ് കൊളംബിയർ ലാബിലെ ജോർജ് സാറിനെ ബന്ധപ്പെടുത്തി. അങ്ങനെ ജോർജ് സാർ ഇവിടെ വന്ന് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അപ്പോഴാണ് നമുക്ക് വന്നത്. അതായത് ഇത് സ്ഥാപിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണങ്ങളും കൂടാതെ ഇതിലുണ്ടാവുന്ന ഫിനാൻഷ്യൽ ഏണിങ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം സാറ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ അതിൽ 1-2 സിറ്റിംഗ് വേണ്ടി വന്നു. കാരണം ഇത് പുതിയൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആരും വേഗം തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായില്ല. പക്ഷേ ഞാനതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തതെന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി വെറൈറ്റി ആയിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളത് ഒരു ക്രേസ് എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ സമീപിച്ചപ്പോൾ അനർട്ടിൽ നിന്ന് സാങ്ഷൻ ലഭിക്കുകയും അതിൻ്റെ ഒരു സാങ്ഷൻ ലഭിച്ച് ഒരു വിത്തിൻ 1 മന്തിനകത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. നമുക്കുണ്ടായിരുന്ന പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് 15 ബ്രാഞ്ചിലുള്ള ഒരു ബ്രാഞ്ച് വെക്കളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് 3 നില കെട്ടിടമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് അത് സോളാർ പാനൽ സ്ഥാപിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 മാസത്തിനകത്ത് നമുക്കിത് കമ്മീഷൻ ചെയ്യാൻ പോലും സാധിച്ചു. സോളാർ ജസ്റ്റ് കൊളംബിയർ ലാബിനെ ഏൽപ്പിച്ച് 3 മാസത്തിനകത്ത് കമ്മീഷനാകുന്ന ഒരവസ്ഥ ഉണ്ടായി. മറ്റേത് പ്രോജക്റ്റ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാലും അത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നാലും പറ്റില്ല. പല പേപ്പറുകളും മറ്റു കാര്യങ്ങളും എല്ലാം ആയി വരണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട്
എല്ലാ മേഖലയിലും ഉള്ള പോലെ തന്നെ നമ്മുടെ മേഖലയിലും ഉണ്ട്. അപ്പോൾ സ്ഥാപനങ്ങളാകുമ്പോൾ തന്നെ നമ്മൾ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഫണ്ട് പിന്നെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിയേ പറ്റൂ. അതിനുശേഷം എന്തും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് കൂടി ഒരു 3 മാസത്തിനകത്ത് ചെയ്യാൻ ശേഷം ഒരു വലിയ പ്ലസ് പോയിൻ്റായിട്ട് തന്നെയാണ് ഞാനത് കാണുന്നത് ആ രീതിയിൽ. പക്ഷേ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഏത് നിമിഷം വിളിച്ചാലും ജോർജ് സാർ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. മധു സാറായാലും അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ 2023 മാർച്ച് 23-നാണ് ഈ ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോളാർ പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കമ്മീഷനായത് മെയ്യിലാണ്. അപ്പോൾ കൂടാതെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ നമ്മളെ 15 ബ്രാഞ്ചിൽ 4 ബ്രാഞ്ചിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജും വീലിംഗ് മെത്തേഡിൽ അടവായി വരുന്നുണ്ട്. ബാങ്കുകൾക്കെല്ലാം വലിയ കോസ്റ്റായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ 2 ഗുണങ്ങളാണ്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ 2 ഗുണം കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് എന്ന രീതിയിലും ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. കൂടാതെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ സഹകരണ മേഖലയിൽ തന്നെ ആദ്യത്തെ സോളാർ ഇലക്ട്രിക് വാഹന ചാർജിങ് സ്റ്റേഷനാണ് വെക്കളത്തുള്ളത്. അത് തുടങ്ങിയ ഉടനെ തന്നെ പല ബാങ്കുകളിൽ നിന്നും അല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ച് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ജോർജ് സാറിനെയും മധു സാറിനെയും അറിയിക്കുക. അവരെ മുഖേന കുറേ, അതായത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 5ഓളം ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും നഷ്ടമല്ലാത്ത രീതിയിൽ, കാരണം എപ്പോഴായാലും അതിന് ഡ്രോബാക്ക് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. കാരണം ഈ സോളാർ പാനലുകളെല്ലാം 25 ഇയേഴ്സ് വാറണ്ടി ഉള്ളതാണ്. ചാർജിങ് സ്റ്റേഷൻ്റെ മെഷീൻസിനും അതുപോലെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കൂടാതെ ഇപ്പം നിയറായിട്ട് നമ്മളുടെ ബാങ്കിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ ചെറക്കൽ സർവീസ് ബാങ്കിൽ ഇത് ആരംഭിക്കാനുണ്ടായത്. നേരെ അവരെ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വന്ന്, പഴയ സെക്രട്ടറി അടക്കം വന്ന്, ചന്ദ്ര സാർ അടക്കം വന്ന് ഇവിടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പോയതിന് ശേഷമാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ മാത്തിൽ, പിന്നെ കതിരൂർ, അത്രയും ബാങ്കുകൾ. അത് മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാവരും എന്നെ വിളിച്ച് എൻക്വയറീസ് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇതിൻ്റെ ഒരു ഗുണം കണ്ടുകൊണ്ട് തന്നെയാണ്. 2-3 വിധത്തിൽ ഇതിന് ഗുണമുണ്ട്. നമുക്ക് പിന്നെ ഏർണിങ്സ് വരുന്നു. കൂടാതെ പൊല്യൂഷൻ കാര്യമായിട്ട് കുറക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് ശരിക്കും കേരളത്തിലുടനീളം വരുവാണെങ്കിൽ പൊല്യൂഷൻ കുറക്കുന്നതിന് കുറേ അതായത് വാഹനത്തിൻ്റെ പുക, ആ രീതിയിൽ ഡസ്റ്റ്, ഇതെല്ലാം ശ്വാസകോശത്തിനും മറ്റ് എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അതൊരു പരിധിവരെ അത് കുറക്കാൻ പറ്റുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഗുണം. സോളാർ ഇലക്ട്രിക് വാഹന ചാർജിങ് സ്റ്റേഷനിൽ സോളാറിന് ചാർജിങ് സ്റ്റേഷനും രണ്ടിനും സബ്സിഡി ലഭിക്കുന്നതാണ്. അത് MNREയുടെയും അനർട്ടിൻ്റെയും ഭാഗത്തു നിന്ന് സബ്സിഡി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ചിലവായിട്ടുള്ളത് 34 ലക്ഷം രൂപയായിരുന്നു. അതിൽ 6 ലക്ഷം രൂപ സോളാറിൻ്റെ സബ്സിഡിയായും 1.5 ലക്ഷം രൂപ ചാർജിങ് മെഷീൻ്റെ സബ്സിഡിയായിട്ടും നമുക്കങ്ങനെ 7 ലക്ഷം രൂപ ലഭിക്കുകയുണ്ടായി. അതും ഇതിന് ഒരു പ്ലസ് പോയിൻ്റാണ്. കാരണം നമ്മൾ ചിലവാക്കുന്ന പൈസയുടെ ഒരു 3/1 ഭാഗം എന്ന രീതിയിൽ നമുക്കതിനെ കൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ തിരിച്ച് കിട്ടുവാണ്. അപ്പോൾ ആ രീതിയിലും കൂടെ നോക്കുകയാണെങ്കിൽ ഇത് എത്രയും നല്ല പ്രോജക്റ്റാണെന്ന് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണെന്നും ഇതിനെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ആദ്യമായി തുടങ്ങിയിട്ടും നമുക്കത് ഡ്രോബാക്കൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് പൊതുജനങ്ങളുടെയും മറ്റുള്ള എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് സാധിച്ചതെന്നും ഇപ്പോൾ ഭരണസമിതി അംഗങ്ങളും എല്ലാവരും തന്നെ ബാങ്കിലുള്ള മൊത്തം സ്റ്റാഫിനും അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അടുത്ത ഒരു പ്രൊജക്റ്റ് കൂടെ നമ്മൾ റീസെൻ്റായിട്ട് ചെയ്യാൻ ആലോചിച്ചിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ കമ്മീഷൻ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അഭിമന്യു. ഞാനിപ്പോൾ 1 വർഷമായിട്ട് EV ടാറ്റ പഞ്ചാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനു മുന്നേ ടാറ്റ ടിയാഗോ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പെട്രോൾ മോഡൽ. അപ്പം ഞാൻ കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്.
അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാത്തൊരു പക്ഷമാണ്. ഇപ്പോൾ പെട്രോളിൻ്റെ വിലയും ഡീസലിൻ്റെ വിലയും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു യാത്രസഞ്ചാരി എന്ന നിലയ്ക്ക് കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ EVയിലേക്ക് മാറാനും തീരുമാനിച്ചിരുന്നത്. EV ആവുമ്പോൾ ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് കുറേ എക്കണോമിക് ബെനിഫിറ്റ് നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷൻ ഇല്ല, അങ്ങനെ സസ്റ്റൈനബിളായിട്ട് നമുക്ക് കുറേ ഇതാക്കാം. ഇപ്പോഴൊരു സാഹചര്യം എന്ന് വെച്ചാൽ കൂടുതലും സ്ഥലത്ത് EV ചാർജിങ് സ്പോട്ട്സ് വരുന്നുണ്ട്. എന്നാലും കണ്ണൂരിൻ്റെ അകത്ത് കുറച്ച് കുറവാണ്. പക്ഷേ ഈ ബക്കളം, ചിറക്കൽ അവിടെയൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഒരു ബെനിഫിറ്റാണ് എനിക്ക്. ഞാൻ MBRൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബക്കളം ഭയങ്കര അടുത്താണ്. അപ്പം സ്ഥിരം ഇവിടുന്നാണ് വന്ന് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു തണലും ചാർജ് ചെയ്യാനൊരു അറ്റ്മോസ്ഫിയറും ഉണ്ടായതുകൊണ്ട് തന്നെ സുഖകരമായി ചാർജ് ചെയ്യാം. ഇനിയും കുറേ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം EVൻ്റെ വെഹിക്കിൾസ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഫുൾ ചാർജ് ആവാൻ തന്നെ ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് എടുക്കും. അപ്പോൾ കൂടുതൽ ചാർജിങ് സ്റ്റേഷൻസ്, ചാർജിങ് പോയിന്റ്സ് വരികയാണെങ്കിൽ ആൾക്കാർക്ക് കൂടുതലും ബെനിഫിറ്റ് ആയിരുന്നു. അത് ആൾക്കാരെ കൂടുതൽ EV വെഹിക്കിൾസ് എടുക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് EV എടുത്തിട്ടും ഇവിടുത്തെ ഒരു ചാർജിങ് സ്റ്റേഷനായിട്ടും സ്ഥിരം ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ് ഒരു ഹോംലി ചാർജിങ് സ്പോട്ട് എന്ന് പറയുന്നത്. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിലെ സിസ്റ്റർ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ആണ് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് അനുശ്രീ. ഒരു സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളത് സാധാരണ സൂപ്പർ മാർക്കറ്റ്, അതേപോലെ ഇലക്ട്രിക്കൽ ഷോപ്പ്, ആ രീതിയിലുള്ളവ മാത്രമായിരുന്നു. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത് ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം, അത് നോക്കേണ്ട കാര്യങ്ങൾ സെക്രട്ടറി എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. ഞാനത് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും, ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മളവിടെ നേരിട്ട് പോയി അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, അതിൻ്റെ പൈസ കളക്ട് ചെയ്യുന്നത്, അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ജീവനക്കാരൻ്റെ ആവശ്യം ഉണ്ടാകും എന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷെ അവിടെ പോയി നോക്കിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഞാനിവിടെ ഹെഡ് ഓഫീസിൽ ഇരുന്ന് കൊണ്ട് തന്നെ എനിക്ക് സോളാർ എത്രയാണ് ജനറേറ്റ് ചെയ്യുന്നത്, എത്രയാണ് നമുക്കതിൽ ഇൻകം കിട്ടുന്നത്, എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടോ ഒക്കെ നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്കത് ലഭ്യമാണ്. നമ്മളിപ്പോൾ അവിടെ വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ 30 കിലോ വാട്ടിൻ്റെ സോളാറും, അതേപോലെ ചാർജിങ് മെഷീൻ 30 കിലോ വാട്ടിൻ്റെ 4 വീലറിന് വേണ്ടിയിട്ടുള്ള ചാർജിങ് മെഷീനും, കൂടാണ്ട് 2 വീലറിന് വേണ്ടിയിട്ട് 3.3 കിലോ വാട്ടിൻ്റെ മെഷീനുമാണ് വെച്ചിട്ടുള്ളത്. ഞാനൊരു ആ ഒരു അനാലിസിസ് ചെയ്യുമ്പം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മന്ത് കഴിയുമ്പോഴും നമ്മുടെ വരുമാനം കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ EVയുടെ കാലമാണ്. ഇനി പുതിയ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്നാൽ നമ്മൾ ആദ്യമൊക്കെ EV കണ്ടപ്പോൾ എന്ന് വെച്ചാൽ റോഡുകളിലൂടെ 1-2 ഇലക്ട്രിക് വണ്ടി മാത്രമാണ് കണ്ടിരുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾ തന്നെയാണ് അധികം കാണുന്നത്. അതായത് പുതിയ ആൾക്കാർ, പുതിയ ജനറേഷൻ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് വെഹിക്കിളിനോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് തന്നെ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത് ഇതിൽ തന്നെ വളരെ വലുതാണ്. നമുക്കിത് വീട്ടിൽ അതിന് ചാർജിങ് സ്റ്റേഷൻ 4 വീലറിൻ്റെ ഒക്കെ ചാർജിങ് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനം പ്രതി കൂടിക്കൂടി വരികയാണ്. ഇപ്പം നമ്മൾ പുതുതായി അതിൽ നിന്നുള്ള ഒരു വരുമാനം എന്നിട്ട് കൂടി വരുന്നത് കണ്ടിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പുതുതായിട്ട് ഒരു ചാർജിങ് സ്റ്റേഷൻ കൂടെ ഇവിടെ മെയിൻ ഹെഡ് ഓഫീസ് ബിൽഡിങ്ങിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ ഭരണസമിതിയും എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാർക്കറ്റ് കണ്ടുകൊണ്ടാണ് ഭരണസമിതി ഇതിനൊരു തീരുമാനം എടുത്തിട്ടും ഉള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യവും ബാങ്കിൻ്റെ അധികൃതരായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയാറ് കുറച്ച് സമയം തരുമോ, കുറച്ചും കൂടി കഴിയട്ടെ, കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു ബാങ്കിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ബാങ്ക് എത്രത്തോളം മനോഹരമായിട്ട് അവർ പുതിയ ബാങ്ക് പണി കഴിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ഇവർ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇത് ബാങ്കിന് വേണ്ടി മാത്രമുള്ളൊരു സംരംഭമല്ല, സമൂഹത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, അതുമാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. പിന്നെ അതുമാത്രമല്ല, പാമ്പുജാക്ഷി മാം സംസാരിച്ചപ്പോൾ നമ്മളിത് സംസാരിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു പലർക്കും എതിരഭിപ്രായമല്ല, പക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നാളെ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് അല്ല EV ചാർജിങ് സ്റ്റേഷൻ സോളാർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ജീവിതകാലം മുഴുവൻ
നമുക്ക് ലാഭവും സമാധാനവും തരുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാവുക മാത്രമല്ല, നാളേക്ക് എന്തെങ്കിലും കരുതി വെക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ, അതുമല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു താങ്ങാവാൻ, ഒരു സുഹൃത്താവാൻ ഞങ്ങൾ തയ്യാറാണ്. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഞങ്ങളെ എപ്പോഴും സമീപിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ആയിക്കോട്ടെ, ഒരു സംരംഭം തുടങ്ങാനുള്ള സഹായം ആയിക്കോട്ടെ, അതിനെ കുറിച്ചുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, എന്തിനും നമ്മൾ റെഡിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം.